നമസ്കാരം. വളരെ രസകരമായ ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ നമ്മുടെ കഴിഞ്ഞ ഒരാഴ്ച നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂര് മാധ്യമങ്ങളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഇടതുപക്ഷക്കാര്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാര് ശശി തരൂരിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി തലങ്ങും വിലങ്ങും ഓടുകയാണ്. ശശി തരൂര് ശരിക്കും വിജയിച്ചു. ഒരു കാലത്ത് ഇല്ലാത്ത കൊലപാതകത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയവര്, ശശി തരൂര് ഒരു എന്താ പറയുക, ജനങ്ങളെ അറിഞ്ഞുകൂടാത്ത വെറും പുസ്തകം വായിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് എന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞു വരുത്തിയവര്, ശശി തരൂരിനെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം BJP-കാരനാക്കി മാറ്റാൻ വേണ്ടി തത്രപ്പെട്ടവര്, ഓരെ കൊണ്ട് പുകഴ്ത്ത് പാട്ടുകൾ പാടിക്കാൻ നിർബന്ധിക്കുന്ന കാഴ്ച നല്ല രസമുള്ള കാഴ്ചയാണ്. പക്ഷേ എന്താണോ വിഷയം ചർച്ചയിലുള്ളത് അത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് പഴയ കഥകളിലേക്ക് കാര്യം ചരിത്രം എന്ന് പറയുന്നത് അത് ഇന്നത്തെ കാലത്തെ, ഇന്നത്തെ വർത്തമാനത്തിനെ ന്യായീകരിക്കുന്നതാകണം. അല്ലെങ്കിൽ പിന്നെ കുറ്റസമ്മതെങ്കിലും നടത്തണം. മനസ്സിലായില്ലേ? ഇന്ന് പെട്ടെന്നൊരാൾ മാറുമ്പോൾ അയാള് നേരത്തെ കാലങ്ങളിൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ ഒന്നുകിൽ അയാളൊരു കുറ്റസമ്മതമെങ്കിലും നടത്തണം. കുറച്ചു കാലം പിറകോട്ട് പോകും. 1980-കളിലാണ്. അന്ന് രാജീവ് ഗാന്ധി ഇന്ത്യയിൽ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ലിറ്ററസി റേറ്റ്, അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗ്രാജുവേറ്റ്സിന്റെ എണ്ണം. രണ്ട്, സെമി കണ്ടക്ടർ ചിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ സിലിക്കണിന്റെ പ്രസൻസ് ഉള്ള മണ്ണ്, തിരുവനന്തപുരം, കൊല്ലം ഭാഗങ്ങളിൽ ലഭിച്ചേക്കാവുന്ന സിലിക്കണിന്റെ പ്രസൻസ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് സത്യത്തില് തിരുവനന്തപുരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി, അല്ല ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർവൽക്കരണത്തിനെ കുറിച്ച് നമ്മുടെ സർക്കാർ ആലോചിച്ചത്, ഇന്ത്യൻ സർക്കാർ. അന്ന് ഒരു വലിയ മുദ്രാവാക്യം മുഴങ്ങി കേട്ടു കേരളത്തിലുടനീളം: പണിയെത്തിക്കൂ കൈകളിൽ ആദ്യം, എന്നിട്ടാകാം കമ്പ്യൂട്ടർ. ഇവിടെ കടക്കാരോട് പോലും പറഞ്ഞു, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ തൂക്കിക്കൊടുക്കാൻ നിങ്ങൾക്ക് ആളുണ്ടാവില്ല. ബാങ്കുകളിൽ പണിമുടക്കി, കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാങ്കിൽ ഗുമസ്തന്മാരുടെ ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു. അവസാനം കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്ന സാധനമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ നിർമ്മാണമോ കമ്പ്യൂട്ടർ ഡെവലപ്മെന്റോ കേരളത്തിലുള്ള പദ്ധതിയിൽ നിന്ന് പിറകോട്ട് പോയി. അതാണ് പിന്നീട് ബാംഗ്ലൂരിലേക്ക് മാറുന്നത്. ബാംഗ്ലൂരും ഹൈദരാബാദും മുംബൈയും ചെന്നൈയും ഒക്കെ ഇന്ന് കേരളത്തിനേക്കാളൊക്കെ എത്രയോ മുന്നിലാണ്. ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്തെയോ എറണാകുളത്തെയോ കോഴിക്കോട്ടെയോ ടെക്നോ പാർക്കുകളിലൊന്നും ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ബിൽഡേഴ്സ് ഒന്നും ഇല്ല. അതൊക്കെ കൂടുതലുള്ളത് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെയാണ്. സത്യത്തിൽ അത് ഇവിടെ സംഭവിക്കേണ്ടതായിരുന്നു. അതിനുള്ള ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കമ്പ്യൂട്ടർ ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു 30-40 കൊല്ലം വേണ്ടി വന്നു. ഇന്നിപ്പം നമ്മൾ AKG സെന്ററിൽ ചെന്നാൽ സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഏത് നേതാവ് ഏത് മുറിയിലുണ്ട്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്ക് ഇപ്പൊ സ്വന്തമായി ചാനലുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ എല്ലാ ഗുണങ്ങളും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് അത് എത്ര കണ്ട് ഗുണത്തിനെത്തി? ആ ജനങ്ങൾക്ക് ഗുണത്തിനെത്താനുള്ള സാധ്യതകളെ ആര് തടസ്സപ്പെടുത്തി? അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒളിച്ചോടാൻ കഴിയില്ല. പത്രം വായിച്ചാൽ ചരിത്രബോധമുള്ള കേരളീയന്മാർക്ക് അത് മറക്കാനും കഴിയില്ല. ഇന്നത്തെ യുവാക്കൾക്ക്, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർക്ക് ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ പോയി ജോലി ചെയ്യേണ്ട ദുരവസ്ഥ വന്നതിന്റെ പിറകിലെ സമരങ്ങളുടെ കാഹളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണ് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ
സമരത്തിന് എന്നാൽ കമ്പ്യൂട്ടറിനെതിരെ കോൺഗ്രസ് കമ്പ്യൂട്ടറിനെതിരെയുള്ള സമരമല്ല, കമ്പ്യൂട്ടറൈസേഷനുമായി ബന്ധപ്പെട്ട അഴിമതിക്കെതിരെയുള്ള സമരമായിരുന്നു. കമ്പ്യൂട്ടറിനെതിരെ കോൺഗ്രസ് എങ്ങനെയാ സമരം ചെയ്യുക? സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ആലോചിച്ചറിഞ്ഞൂടെ? കമ്പ്യൂട്ടറിനെതിരെ എങ്ങനെയാ കോൺഗ്രസ് സമരം ചെയ്യുക? കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്. പിന്നെ എങ്ങനെയാ കോൺഗ്രസ് പാർട്ടി കമ്പ്യൂട്ടറൈസേഷനെതിരെ സമരം ചെയ്യുക? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഇന്നത്തെ യുവാക്കൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോളും, ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിക്കോളും, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ പാർട്ടി ഈ ദ്രോഹം ഇന്നത്തെ യുവതയോടും പുതിയ ജനറേഷനോടും നിർഭാഗ്യവശാൽ വിവരക്കേട് കൊണ്ടായിരിക്കാം ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യത്തോടെയാണ്, അല്ലാണ്ട് കള്ളം വിശ്വസിച്ചിട്ടാണ്. എനിക്ക് ചെറുപ്പക്കാരോട് അതേ പറയാനുള്ളൂ. ചെറുപ്പക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതിനോ ഇടതുപക്ഷത്തിൽ ചേരുന്നതിനോ ഒക്കെ അത് അവരവരുടെ രാഷ്ട്രീയ ബോധ്യമാണ്. അതിലൊന്നും ആർക്കും ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, CPM എസ്പെഷ്യലി, കേരളത്തിലെ ഒരു കമ്പ്യൂട്ടർ ഹബ്ബാക്കാൻ തീരുമാനിച്ച രാജീവ് ഗാന്ധിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ തീരുമാനത്തിൽ എതിര് നിന്നതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുത്തിയവരാണ്, സംസ്ഥാനത്തിന് നഷ്ടം വരുത്തിയവരാണ്. അത് ചരിത്ര സത്യമാണ്. ഇന്നിപ്പോ സ്മാർട്ട് ആപ്പുകളിൽ കേരളം ഏറ്റവും മുന്നിലാണ്. നമുക്ക് സന്തോഷിക്കാം, എന്താ സംശയം? നമുക്ക് സന്തോഷിക്കാം. പക്ഷെ അത് പറയാനുള്ള ധാർമ്മികമായ അർഹത തങ്ങൾക്കുണ്ടോ എന്നുള്ളത് ചരിത്ര സത്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തണം. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ട്രാക്ടറുകൾ മണ്ണിലേക്ക് ഇറക്കിയപ്പോൾ ട്രാക്ടറുകൾ കർഷകന്മാരുടെ തൊഴിലില്ലാണ്ടാക്കും എന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഇന്നിപ്പോ ട്രാക്ടറിനെതിരെ സമരം ചെയ്ത അന്നത്തെ നയം തെറ്റായി പോയി എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? കരുണാകരൻ ഭരിക്കുന്ന കാലത്ത് ഒരു പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നും, വലിയ കുട്ടികളോടൊപ്പം കൂടി കുട്ടികൾ പലപ്പോഴും ആ ചെറിയ പ്രായത്തിൽ തെറ്റായ രീതിയിൽ മാറിപ്പോകുന്നു എന്നൊക്കെയുള്ള ഭയങ്കരമായ കംപ്ലൈന്റ് കേരളത്തിൽ നിലനിന്ന കാലമാണ്. അന്ന് തീരുമാനിച്ചു കോളേജിനെ പ്രീ ഡിഗ്രീനെ അടർത്തി മാറ്റി വേറെ തന്നെ ഒരു ബോർഡാക്കുക. കോളേജിലെ തന്നെ ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാം, കോളേജിലെ തന്നെ ലബോറട്ടറികൾ ഉപയോഗിക്കാം, കോളേജിലെ തന്നെ അധ്യാപകന്മാർ ഉപയോഗിക്കാം, പക്ഷെ വേറെ തന്നെ ഒരു പ്രീ ഡിഗ്രി ബോർഡ്. എത്രയാ സമരം ചെയ്ത്, എത്രയാണ് ലാത്തി ചാർജുകൾ ഉണ്ടാക്കിയെടുത്തത് SFIനെ ഉപയോഗിച്ച്. SFIക്കാരെ CPM തെരുവിലിറക്കി, എല്ലാ KSRTC ബസ്സുകളും തല്ലി തകർത്തു, പൊതുമുതൽ നശിപ്പിച്ചു. കുട്ടിക്കൊരങ്ങന്മാരെ ഉപയോഗിക്കുന്നത് പോലെ CPM SFI ഉപയോഗിച്ചു. പല പല കുട്ടി നേതാക്കന്മാരും വലിയ വലിയ നേതാക്കന്മാരൊക്കെ ആയി മാറിപ്പോയിട്ടു. ഈവൻ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോലും ഒരു വലിയ നേതാവൊക്കെ പ്രീ ഡിഗ്രി ബോർഡ് സമരത്തിന് അടികൊണ്ടുണ്ടായ ആളാണ്. ഒടുക്കം സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോയി. പിന്നീട് ഇതേ ഇടത് സർക്കാർ ഹയർ സെക്കൻഡറി ബോർഡിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കാണാം, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറികൾ അനുവദിക്കുന്നതിൽ മത്സരിക്കുന്നത് നമ്മൾ കാണാം. ഇപ്പൊ ഹയർ സെക്കൻഡറി ബോർഡ് ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? കോളേജുകളിലെ പല ക്ലാസ് റൂമുകൾ ഒരുപാട് കാലത്തേക്ക് ഉപയോഗമില്ലാണ്ട് വെറുതെ കിടന്നു. പ്രീ ഡിഗ്രിക്ക് വേണ്ടി ഉപയോഗിച്ച ലബോറട്ടറി എക്യുപ്മെന്റ്സ് വെറുതെയായി. നല്ല മിടുക്കന്മാരായിട്ടുള്ള അധ്യാപകർ, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ എവിടെയുള്ള? കോളേജിലാണ്. അപ്പം മിടുക്കന്മാരായിട്ടുള്ള അധ്യാപകര്, 16ഉം 17ഉം വയസ്സുകാരെ പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകര് അവരുടെ ജോലി സമയം കൃത്യമായി കൊടുക്കാൻ കഴിയാതെ വെറുതെ കൂടുതൽ വേതനം പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപാട് വർഷക്കാലത്തേക്ക് പൊതുഖജനാവിൽ നിന്നും അനാവശ്യമായി പണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥാവിശേഷം ഉണ്ടായി. ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഇത് മാത്രമാണോ? വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ഏറ്റവും കൂടുതൽ മടിച്ചു നിന്നത് എന്തുകൊണ്ടാണ്? തുടങ്ങിയ വ്യവസായികൾ ഇവിടെ നിന്ന് ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഏത് പഠനങ്ങളും നിങ്ങൾ വായിച്ചു, ഏത് പഠനങ്ങളിലും പറയുന്ന പഴയ കാലത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമായി പറയുന്നത് തീവ്രമായ തൊഴിലാളി രാഷ്ട്രീയം എന്നാണ്. അപ്രായോഗികമായ തൊഴിലാളി രാഷ്ട്രീയം. തൊഴിലാളി രാഷ്ട്രീയം മോശമെന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. തൊഴിലാളികൾ യുണൈറ്റ് ചെയ്യേണ്ടത് അങ്ങേയറ്റ ആവശ്യമാണ്.
പക്ഷെ മുതലാളിയെ നശിപ്പിക്കാനല്ല, മുതലാളിയോടൊപ്പം സഹകരിച്ചു നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളി സംഘടനകൾ എപ്പോഴും അത് സൂക്ഷിച്ചു. പക്ഷെ മുതലാളിയെ ശത്രുവായി പ്രഖ്യാപിച്ച് തീവ്രമായ തൊഴിലാളി സമരങ്ങൾ നടത്തി പല സ്ഥാപനങ്ങളും പൂട്ടിച്ച ചരിത്രം, മാവൂർ റയോൺസിന്റെ ഒന്നും കാര്യം പറയണ്ടല്ലോ, പല സ്ഥാപനങ്ങളെയും പൂട്ടിച്ച ചരിത്രം അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുകൂലി എന്ന് പറയുന്ന ഒരു സാധനമാണ് വ്യവസായികളെ ഏറ്റവും കൂടുതൽ മനസ്സ് മടിപ്പിച്ചത്. ഈ നോക്കുകൂലിയുടെ തീവ്രമായ വക്താക്കൾ ആരാണ്? അങ്ങോട്ട് അന്വേഷിച്ചു നോക്കും. കോഴിക്കോട് മാവൂർ റയോൺസ് പൂട്ടിപ്പോയപ്പോ ബിർളക്ക് കാര്യമായ ക്ഷതമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകളുടെ വീടുകളിലെ കഞ്ഞികുടി മുട്ടി, അടുപ്പാണ്, അതാണ് സത്യം. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആരായിട്ടെടുക്കുക? ആ തൊഴിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പട്ടിണി കിടന്നവരുടെ ഉത്തരവാദിത്തം ആരായിട്ടെടുക്കുക? അത് കാരണം ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ആരായിട്ടെടുക്കുക? പോട്ടെ, ഇന്നിപ്പോ പാർട്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് നടത്തുകയാണ്, സ്വകാര്യ മൂലധനത്തിന്റെ ഉത്സവം നടത്തുകയാണ് അല്ലെ. മൂലധനം എന്ന് പറഞ്ഞൊരു പുസ്തകം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പൊ വായിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. മൂലധനം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം തന്നെ സ്വകാര്യ മൂലധനത്തിനെതിരാണ്. സ്വകാര്യ മൂലധനത്തിനെതിരായിരുന്നവര് ആ പാർട്ടിയുടെ കരപറ്റി തൊഴിലാളികളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയാധികാരത്തിലെത്തി സ്വകാര്യ മൂലധനത്തിന് വേണ്ടി മഹോത്സവം നടത്തുമ്പോൾ എന്തോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നേരത്തെ വിചാരിച്ചിരുന്നത് അത് മതിയെന്ന്, നേരത്തെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന് തുറന്ന് സമ്മതിച്ചാൽ മതി. അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾ അന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്ന് തുറന്ന് സമ്മതിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഇത് നല്ല കാര്യമാണ്, ഇത് നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എല്ലാത്തിനെയും മുടക്കുന്നവരായിരുന്നു. ആ എല്ലാത്തിനെയും മുടക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റമാണ്, അത് നല്ല മാറ്റമാണ്, സ്വാഗതാർഹമായ മാറ്റമാണ്. പക്ഷെ മുമ്പ് കാലത്ത് മുടക്കിയതിനെ അംഗീകരിക്കാൻ കഴിയണം, അതല്ലെങ്കിൽ അത് ജനങ്ങളെ പൊട്ടന്മാരാക്കണ ഏർപ്പാടാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ അനുകൂലിക്കുമ്പോഴും എതിർക്കുമ്പോഴും ഒക്കെ കുറച്ചും കൂടെ ഉത്തരവാദിത്ത ബോധം സൂക്ഷിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുറച്ചും കൂടെ ഉത്തരവാദിത്ത ബോധം രാഷ്ട്രീയ നേതൃത്വം സൂക്ഷിക്കണം. ഉദാഹരണത്തിന് ഇപ്പോ ഒരു വാർത്ത കേട്ട ഉടനെ പ്രതികരിക്കാൻ പോകരുത്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ. ശശി തരൂരിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശശി തരൂരിനെ സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിനെ ട്രോളിയതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ശശി തരൂരിന്റെ ലേഖനത്തിൽ എന്താ പറയണേ? ആള് പറഞ്ഞ 2024 കേരളം ഒരുപാട് മുന്നോട്ട് പോയി, കേരളം ഒന്നാമതെത്തി എന്നാണ്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഒന്നാമതെത്തിയെന്നോ 2 വർഷക്കാലത്തിനുള്ളിൽ ഒന്നാമതെത്തിയെന്നോ ഒന്നും പറയുന്നില്ല. നേരത്തെ വളരെ പിറകിലായിരുന്ന കേരളം ഇപ്പൊ ഒന്നാമതെത്തി, അതേ പറയുന്നുള്ളൂ. അത് കേരളത്തിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പി രാജീവ് എന്ന് പറഞ്ഞൊരു മന്ത്രിയുടെ പേര് പറയുന്നുണ്ട്, അത് ഇന്നത്തെ സാഹചര്യത്തെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. തൊഴിലില്ലായ്മയിൽ കേരളം ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ്. കേരളത്തിലെ 80% പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സർക്കാരിന്റെ സ്കെയിലിനെ അളക്കാൻ ഏറ്റവും നല്ല ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയാണ്. ഒരു സ്വകാര്യ കമ്പനിക്ക് തുടങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്തമോ സർക്കാരിന്റെ കാര്യക്ഷമതയെ അളക്കാനുള്ള മന്ത്രമൊന്നുമല്ല. നേരെ മറിച്ച് ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭകരമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പ്രവർത്തനക്ഷമതയുടെ കഴിവാണ്. 80% പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ നിരക്ക് ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് 37% ആയിരുന്നെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചാ നിരക്ക് 8%. പിന്നെ ഏത് സ്റ്റാർട്ടപ്പുകൾ, ആ സ്റ്റാർട്ടപ്പുകൾക്ക് ഫൈനാൻസിന്റെ സെക്കൻഡ് സ്റ്റേജ് കിട്ടാനും അത് 2ാമത്തെ ഗ്രോത്തിലേക്ക് വളരാനും ഒക്കെ
അതുപോലെ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവും എപ്പോഴാണ് ഒരാള് ഒന്ന് തുടങ്ങി അത് കണ്ട് അത് വിജയിക്കുന്നത് കണ്ട് അടുത്ത ആള്, അങ്ങനെയല്ലേ ഇത് വളരെ. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൃത്യമായി എൻവയോൺമെന്റ് ഒരുക്കിയതിന്റെ നല്ല ഒരു പങ്ക് ക്രെഡിറ്റ് നൽകേണ്ടത് യശസ്വരീനായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. അതും കൂടെ പറയാൻ പി രാജീവൻ തയ്യാറാവണം. ശ്രീമാൻ ശശി തരൂരിന്റെ ലേഖനത്തിൽ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ശക്തമായ എതിരഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അദ്ദേഹം പരാമർശിക്കുമായിരുന്നു. ഒന്ന്, യൂത്ത് എന്റർപ്രണർഷിപ്പ് സ്കീം YES 2015, YES 2015. രണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2015 എന്ന് പറയണമായിരുന്നു. ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2015 ആരംഭിക്കുന്നതും യുവാക്കൾക്ക് എന്റർപ്രണർഷിപ്പിന്റെ ശില്പശാലകൾ ആരംഭിക്കുന്നതും അദ്ദേഹം ആ ലേഖനത്തിൽ പറയണമായിരുന്നു. അത് അദ്ദേഹം പറയാത്തത് വളരെ മോശപ്പെട്ട കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയും, അദ്ദേഹം വളരെ ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ്. കാരണം ഒരു വിഭാഗം ജനത മുഴുവൻ, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മുഴുവനും അദ്ദേഹത്തെ താറടിച്ച് കാണിച്ചപ്പോ BJP പോവാൻ നോക്കുന്നു, ഭാര്യയെ കൊന്നവൻ, ഇങ്ങനെയുള്ള മലയാളം അറിഞ്ഞുകൂടാത്തവൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നാണം കെടുത്താൻ നോക്കിയപ്പോൾ അതേ ആളുകളെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാട്ട് പാടിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തെ എനിക്ക് ബഹുമാനമുണ്ട്. അപ്പൊ അദ്ദേഹം അസലായിട്ട് കമ്മ്യൂണിസ്റ്റ് ട്രോൾ ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ട്രോൾ ചെയ്തതാണോ അവർ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പിന്നീട് പ്രതിപക്ഷത്തിലെത്തുമ്പോൾ ഇതേപോലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവണേ. ശശി തരൂർ രാഷ്ട്രീയത്തെ കൃത്യമായി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിഞ്ഞുകൂടാണെന്നല്ല. അപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM-ന്റെ സ്വഭാവം എന്താണെന്ന് തരൂരിന് അസലായിട്ട് അറിയാം. അദ്ദേഹം ആ അഭിപ്രായം വെച്ച് ട്രോൾ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഇതുപോലെ അംഗീകരിക്കാൻ തയ്യാറാവണം. അപ്പം ഇന്ന് തരൂരിന്റെ വാക്കുകളെ പ്രശംസിക്കുന്ന CPM-മാരിന് സ്വാഭാവികമായും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം വരികയാണ്. ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ട നിർബന്ധിതമായിട്ടുള്ള ഒരവസ്ഥ. തരൂർ സാറിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എന്തായാലും ഒരു കാലത്ത് ഇടതുപക്ഷം പ്രതിപക്ഷത്തിൽ വരുമ്പോൾ അന്ന് സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളോട് ഇന്നത്തെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM കാണിക്കുന്ന മനോഭാവത്തെക്കുറിച്ച് തുറന്നെഴുതാനും പറയാനും അങ്ങയുടെ നാവിനും പേനയ്ക്കും മൂർച്ച ബാക്കിയുണ്ടാവണേ എന്നൊരു അപേക്ഷയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.